ഹലോ, ഇന്നാണ് കേട്ടോ നമ്മുടെ കാത്തിരുന്ന ആ ഒരു ദിവസം. കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് ഷൂട്ടിങ്ങിന് പോവുകയാണ്. കാലത്തൊരു 6 മണിയാകുമ്പോഴത്തേനും എന്നെ അക്കുടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രണു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയത് എരുമപ്പെട്ടിയിലോട്ടാണ്. അവിടെ നന്ദുവിനെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് എടുക്കുന്നതിൻ്റെ സ്വന്തം അനിയത്തി അക്കുട് തന്നെയാണ്. ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നന്ദു കൂടി വരുന്നത്. അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളത് പാലക്കാട് കവയിലാണ്. 2 കോസ്റ്റ്യൂമാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഈ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസമൊക്കെ ആയിട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം പ്രണു വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേ നമുക്ക് കോസ്റ്റ്യൂം വാങ്ങിച്ച് വെക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഷൂട്ട് നടക്കുന്നതിന് തലേന്നാണ് നമ്മൾ എല്ലാ കോസ്റ്റ്യൂമും കാര്യങ്ങളും മേടിച്ചിട്ടുള്ളത്. അങ്ങനെ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഫൈനലി നമ്മൾ മലമ്പുഴ ഭാഗത്ത് എത്തിയിട്ടോ. തലേ ദിവസം നമ്മൾ ഡ്രസ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതിലേക്കുള്ള പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ മലമ്പുഴ എത്തിയിട്ടാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളിതാ കൊടയും മേടിച്ചു, പിന്നെന്താ മേടിച്ച് തൊപ്പിയൊക്കെ മേടിച്ചിട്ട് നമ്മളിതാ പോവാണ്. ഫുഡ് കഴിക്കണ്ടേ? അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. കാലത്ത് 6 മണിക്ക് ഇറങ്ങിയോണ്ട് തന്നെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മസാല ദോശക്കാട്ട് എപ്പോഴും ഇഷ്ടം നെയ് റോസ്റ്റാണ്. അങ്ങനെ നെയ് റോസ്റ്റും കഴിച്ചിട്ട് നമ്മൾ നേരെ കവയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ തവണ കവയിൽ പോയ സമയത്ത് കവയുടെ അപ്പുറത്തെ സൈഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ പനയൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്നില്ല അവിടേക്ക്. പക്ഷേ ഇത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടാട്ടോ വന്നിട്ടുള്ളത്. വെള്ളം കയറിയതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങിയിട്ടൊന്നും ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഈ ഒരു കോസ്റ്റ്യൂമിൽ എനിക്ക് അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ ജീവയുടെ അബർണയുടെയും ഒരു ഫ്ലവർ ബൊക്കെ പിടിച്ചിട്ടുള്ള ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് ഈ കോസ്റ്റ്യൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളം കയറിയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് അധികം ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല അടുത്ത കോസ്റ്റ്യൂമിലേക്ക് നമുക്ക് ബുള്ളറ്റ് ആവശ്യമുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്നോട്ട് അപ്പോഴത്തേനും. അപ്പോൾ അവരധികം നേരം പോസ്റ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഷൂട്ട് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ നമ്മൾ ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എനിക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ദേവിക ഫോട്ടോഗ്രാഫിയാണ്. ആളിൻ്റെ സ്വന്തം സിസ്റ്റർ തന്നെയാണ് കേട്ടോ. ഹെൽപ്പിനായിട്ട് നമ്മുടെ കൂടെ നന്ദും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളും മാത്രം എടുത്ത് നമ്മൾ ഈ ഒരു ഡ്രസ്സിലുള്ള ഷൂട്ട് അവസാനിപ്പിച്ചു. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ടും മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ടും ഇവർ വന്ന് വെയിറ്റ് ചെയ്യണോണ്ടും ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ. തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോസ്റ്റ്യൂം. നമ്മൾ തീം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കഥയിപ്പോമാ ആ പാട്ടില്ലേ, ആ പാട്ടിൽ വെച്ചിട്ടൊരു റീൽ എടുക്കാനാണ്. അത് റീച്ച് പോകുന്ന എനിക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് പോസ്റ്റ് ആണെങ്കിലും റീലാണെങ്കിലും നല്ലോണം റീച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ നൈസായിട്ട് നമുക്ക് മഴയും കിട്ടി കേട്ടോ. അതൊക്കെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് സെക്കൻഡ് കോസ്റ്റ്യൂമിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതും അക്കുടും നന്ദും കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് വണ്ടി കൊണ്ടുവന്ന നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അബയും അബയുടെ ഫ്രണ്ടും. അവർ കാറിലിരിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോഗ്രാഫേഴ്സ് കുട പിടിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ ഞാനും ചെറുതായിട്ടൊക്കെ ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഇതിൻ്റെ റീല് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ റീലാണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല റീച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സേവ് ദ ഡേറ്റ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോസ്റ്റ്യൂമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം നമുക്ക് ബൈക്ക് തരാൻ വന്നിട്ടുണ്ടായിരുന്നത് അബയും ഫ്രണ്ടുമാണ്. അപ്പോൾ അവരധികം ഡിലേ ആക്കാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് കോസ്റ്റ്യൂം നമ്മൾ പെട്ടെന്ന് മാറ്റി സെക്കൻഡ് കോസ്റ്റ്യൂം ഇതിട്ട് ഇനി ഇത് ഇട്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് നല്ല മഴയത്തൊക്കെ ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷൂട്ടിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കും. ഒരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോസ്റ്റ്യൂമിൽ അധികം ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ചിലപ്പോൾ നമ്മൾ ഊണ് കഴിച്ചിട്ട് ചിലപ്പോൾ ഇനിയും കോസ്റ്റ്യൂം മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് പഴയ NMRലോട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. പാലക്കാട് വന്നു കഴിഞ്ഞാൽ NMR ബിരിയാണി കഴിക്കാതെ പോകുന്നത് ഭയങ്കര മോശമാണ്. അപ്പോൾ അബയും ഫ്രണ്ട് ഓൾറെഡി പാലക്കാടുകാരനെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ ഏരിയ ഒക്കെ അത്യാവശ്യം നല്ലോണം അറിയാം. അപ്പോൾ അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നമ്മൾ ബാക്കിലോട്ടായിട്ട് പോവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ NMRലെത്തി. അവിടെ പോയിട്ട് നമ്മൾ അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. നിങ്ങൾ പാലക്കാട് വരുന്നുണ്ടെങ്കിൽ NMR മസ്റ്റ് വിസിറ്റ് ആണ്. പ്രത്യേകിച്ച് NMR ഓൾഡ് റെസ്റ്റോറൻറ്റിൽ വരണം. ഇവിടെയാണ് കുറച്ചും കൂടി അടിപൊളി. ഓക്കെ, പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് പിന്നീട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഓക്കെ, ഉള്ളത് മതി, നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. എന്തായാലും 2 കോസ്റ്റ്യൂമിൽ അത്യാവശ്യം ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. വീഡിയോസ് കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇനി വേണ്ട, തിരിച്ചു പോവാം. അത്യാവശ്യം നല്ലോണം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. കാര്യം കാലത്ത് 6 മണിക്കൊക്കെ ഇറങ്ങിയതല്ലേ, അത്യാവശ്യം നല്ല മഴയുണ്ട്. അങ്ങനെ നമ്മളിതാ എല്ലാം പാക്കൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോവാണ് കേട്ടോ.